മനുഷ്യൻ എന്ത് ചെയ്തില്ല, ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിച്ചില്ല. ആരാണ് സൗഖ്യമാക്കിയത്? നിങ്ങൾ അതങ്ങ് വായിച്ചങ്ങ് പഠിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് ദൂതിൻ്റെ അകത്തേക്ക് ഞാൻ കയറാം. അവൻ പറഞ്ഞു, ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആരായിരുന്നു? എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തു? ചിലരൊക്കെ കുഴപ്പമില്ല. സുവിശേഷം പറയാത്ത എന്താ? എനിക്ക് എന്താ പറയേണ്ടത്? യേശുവിനെ കുറിച്ച് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല, ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് അതിലെന്ന് പോയി ഞാൻ ഇങ്ങനെ കണ്ണ് കുരുടായിരുന്നു, ഞാൻ കണ്ണ് തുറന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ ആയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇനിയും ആരാധിച്ചപ്പോൾ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒതുങ്ങിയിരിക്കാനാവില്ല. എന്നാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് ആരാ സൗഖ്യമാക്കി, എന്തോ നാം പാപിയാണെന്നോ അല്ലെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് എന്തുണ്ടായി. ഇന്ന് പോൽക്കാലം ഉള്ളിൽ കാഴ്ച പ്രാപിച്ച ദൈവ പൈതലേ, നീ അത് പറയാൻ മടിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇരുട്ടിലായിരുന്നു, ഞാൻ പാപത്തിലായിരുന്നു, എന്നാൽ കർത്താവിനെ വിടുവിച്ചു, കർത്താവിനെ കണ്ണ് തുറന്നു, കർത്താവിനെ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവം എനിക്ക് അവസരം തന്നു എന്ന് പറയുന്നത് നമ്മൾ മടിക്കരുത്. അതാ അവിടെ നമ്മുടെ ഒന്നാമത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും വലിയ വാചകമൊക്കെ പഠിച്ച് പ്രൈസ് ഗോഡ് സ്റ്റേജ് കിട്ടുമ്പോൾ 4 വാക്ക് പറയാനായിട്ട് ഇതാകണം, എലക്വന്റ് ആകോ ഇല്ലയോ, ആകാൻ ഒത്താൽ നല്ലതാണ്, അതൊക്കെ ശരിയാ. പ്രൈസ് നല്ല കാര്യങ്ങളാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ആരായിരുന്നു, ഞാനിപ്പോൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് അറിയേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കെന്താ അറിയാമെന്നുള്ളതല്ല, നീ എന്താ അറിയുന്നുള്ളതാ ഇന്ന് പോൽക്കാലം വിഷയമായിരിക്കുന്ന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം അറിവ് വർദ്ധിപ്പിക്കാൻ നോക്കാതെ ദൈവം തന്നിരിക്കുന്ന അനുഭവത്തെ നീ സാക്ഷ്യം പറ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എതിർപ്പുകൾ ഇല്ലെന്നുള്ളതല്ല, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എതിർപ്പുകൾ ഉണ്ടായിരുന്നു, എന്നാലും അവൻ എന്ത് ചെയ്തില്ല? പ്രൈസ് ഗോഡ്, മടിച്ചില്ല. അവൻ ആദ്യം പറഞ്ഞു ഇവൻ പാപിയ. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവനെ വീണ്ടും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ കാഴ്ചപ്പാട് ഇങ്ങനെ കുറേശ്ശെ കിട്ടുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒന്നും അറിയാതെ മൂലയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരുടെ ഒന്നും പറയാതൊക്കെ ഇരുന്നാണല്ലോ. നമ്മൾ എന്താ പ്രാപിച്ചതൊന്നും അറിയാതെ നമുക്കിങ്ങനെ അങ്ങ് രഹസ്യ ശിഷ്യന്മാരായിട്ട്, നിക്കോദിമോസിനെ പോലെ, പിന്നെ അർമത്യയിലെ യോസേഫ്, ഇവരൊക്കെ കർത്താവിന്റെ രഹസ്യ ശിഷ്യന്മാർ. രാത്രിയിൽ ഇങ്ങനെ ഒളിഞ്ഞു വന്ന് ഇങ്ങനെ സുവിശേഷം കേട്ട് കർത്താവിന്റെ പറഞ്ഞു, നീ ഒരു ഗുരുവാണ്, നീ സ്വർഗത്തിൽ വന്നതാണ്, ഇങ്ങനെ പുകഴ്ത്തി പോന്ന് ആ കൂട്ടത്തിൽ നമുക്കുമാകാം. പ്രൈസ്. എന്നാൽ ഇന്ന് പോൽക്കാലം ദൈവത്തില് നിനക്ക് വാസ്തവമായിട്ട് ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട്, പ്രൈസ്, പൂർണ്ണമായിരിക്കുന്ന വെളിപ്പാട് ആവശ്യമാണ്. ഇപ്പൊ നിനക്ക് ഭാഗ്യമായിരിക്കുന്ന വെളിപ്പാടേ ഉള്ളൂ, അംശമായിരിക്കുന്ന വെളിപ്പാടേ ഉള്ളൂ. പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട് കിട്ടണമെങ്കിൽ ഇന്ന് പോൽക്കാലം യേശു ആരാണെന്നുള്ളത് നിന്റെ വായ കൊണ്ട് നീ ഏറ്റു പറയണം. ഹല്ലേലൂയ. ആ ഏറ്റു പറയുമ്പോഴാണ് പ്രൈസ് ഗോഡ് വാസ്തവമായിട്ട് ദൈവകുമാരനായിരിക്കുന്ന ക്രിസ്തു ജീവനുള്ള പുത്രന്റെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ വിശ്വസിക്കുന്നു. 35-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാൽ. പ്രൈസ് ഗോഡ്. 9:35 വായിച്ച് നിർത്താം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേഗം വായിച്ചാൽ. 9:35. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. നോക്കണേ, ഒരു മിനിറ്റ് മോളെ, ഇത്രയും പറഞ്ഞില്ലേ? പ്രൈസ് ഗോഡ്. എളുപ്പമല്ല ഈ മാർഗം കേട്ടോ, എളുപ്പമല്ല. അവനെ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. പ്രൈസ് ഗോഡ്. പുറത്താക്കി എന്ന് കേട്ടപ്പോൾ പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, യേശു എന്ത് ചെയ്തു? അവന്റെ അടുത്ത് വരിക. ഇന്നപ്പോൾ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എല്ലാവരും നമ്മളെ പുറത്താക്കിയാൽ, ആരെല്ലാം നമ്മളെ പുറത്താക്കിയാൽ, നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം സത്യമാണ്, നമ്മൾ പ്രാപിച്ച അനുഭവം സത്യമാണ്. നാം ഇന്ന് പകൽക്കാലം മനസ്സുകൊണ്ട് ഉറപ്പിച്ച പകൽക്കാലം ദൈവകുമാരനായിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തും. നമുക്ക് അവൻ പ്രത്യക്ഷനാകും. അവൻ നമുക്ക് ധൈര്യം തരും, വിശ്വാസം തരും, അവൻ വിശ്വസിക്കാനുള്ള കൃപ തരും. ഒന്ന് വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. അവനെ കണ്ടപ്പോൾ അവനോട് ചോദിക്കാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? പിന്നെ നോക്കണം, എനിക്ക് ആരായി ദൈവപുത്രനൊന്നും എനിക്ക് അറിയത്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? പിന്നെ നീ അവനെ കണ്ടിട്ടുണ്ട്,
നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവ് പറഞ്ഞു നീ അവനെ കണ്ടിട്ടുണ്ട്. എപ്പോഴാ കണ്ടത്? അവന്റെ ആന്തരിക കണ്ണ്, കർത്താവ് അവന്റെ പുറമെയുള്ള കണ്ണ് തുറന്നപ്പോൾ തന്നെ അവന്റെ ആന്തരിക കണ്ണും കർത്താവ് എന്ത് ചെയ്തു? തുറന്നതാ. അതുകൊണ്ട് അവൻ അത്രയും ശക്തമായിട്ട് കർത്താവിനോട് നിന്നത്. പുറമെയുള്ള വിടുതൽ മാത്രമായിരുന്നെങ്കിൽ അവൻ പറഞ്ഞതിന് എനിക്കറിയത്തില്ല ആരാ എന്തോ, പക്ഷെ അവനെ ഏറ്റു പറഞ്ഞു, ഓരോന്നോരോന്ന് ഏറ്റു പറഞ്ഞു. ഇവൻ ദൈവത്തിന്റെ പുത്രനല്ലേ, അത് ചെയ്യാൻ ഒക്കത്തില്ല. ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനല്ലേ, ഇത് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് അവന് വിശ്വാസത്തോട് പറയുക. കാരണം എന്തുവാ? അവൻ അറിഞ്ഞില്ല, പക്ഷെ അവന്റെ ആന്തരികമായിരിക്കുന്ന കണ്ണും ദൈവം എന്ത് ചെയ്തു? തുറന്നു. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമായതല്ലേ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ പുറമെയുള്ള വിഷയങ്ങൾക്ക് മാത്രമല്ല വിടുതൽ കൽപ്പിക്കുന്നത്, ആന്തരികമായിട്ട് ഒരു ഉൾക്കാഴ്ച തരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ആഗ്രഹിക്കുക മാത്രമല്ല, അവൻ പറയുന്നു പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അവനെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ നമസ്കരിച്ചു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നിടത്തെല്ലാം തന്നെ പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷിലെ അതിന്റെ ഗ്രീക്കിലെ തർജിമ എന്ന് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ അവനെ ആരാധിച്ചു എന്നുള്ളതാണ്. ആരാധിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ ഒരുവനെ ഉള്ളു യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ച നമ്മുടെ കർത്താവ്, നമ്മള് വായം കൊണ്ട് ഏറ്റുപറഞ്ഞ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറയുമ്പോൾ ഇന്ന് പകൽക്കാലം അവന്റെ കാൽക്കൽ വീണ് അവനെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിച്ച എല്ലാ ദൈവജനവും നിങ്ങൾ മൗനമായിട്ടിരിക്കുക. അല്പസമയം കർത്താവിനെ ആരാധിക്കുക, അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് നമ്മുടെ നാഥനായി നമ്മുടെ കൂടെയുണ്ട്. കണ്ണുകളെല്ലാം അടച്ചു, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം 21 ദിവസം നമ്മൾ ദൈവത്തിന് കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാത്തിരുന്നിട്ട് എന്താ ദൈവം നമുക്ക് തന്ന വെളിപ്പാട്? പ്രൈസ് ദി ലോർഡ്. പഴയ പടിയിലേക്ക് പോകാനാണോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പഴയ അനുഭവങ്ങളിൽ പോകാനല്ല ദൈവം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ അവിടെ നിന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിലുള്ള ആ പൂർണ്ണ വിശ്വാസം നിനക്ക് വേണം. ഭാഗികമായിട്ടുള്ള വിശ്വാസം പോരാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ അഭിപ്രായങ്ങൾ പോരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്റെ ദൈവത്തെ കുറിച്ചുള്ള അപൂർണമായിരിക്കുന്ന അറിവ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചു കഴിയുമ്പോൾ, എന്റെ അന്തരാത്മാവിലെ കണ്ണുകള് പൂർണ്ണമായിട്ട് തുറന്നു കഴിയുമ്പോൾ മാത്രമേ എനിക്ക് അവനെ ആരാധിക്കുവാൻ കഴിയൂ. അർപ്പണങ്ങളായി പല ആരാധനകളും മാറുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ജൽപ്പനങ്ങളായിട്ടും അർപ്പണങ്ങളായിട്ടും മാത്രം പ്രൈസ് ഗോഡ്, ചടങ്ങായിട്ട് മാത്രം ആരാധന മാറാം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് നാം അവന്റെ കാൽക്കൽ വീഴുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളിലെ അഹങ്കാരമാകട്ടെ അഹംഭാവമാകട്ടെ. പ്രിയ സമയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയിൽ ആ വാക്കുകൾ താൻ ഉരുവിട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് പുകരുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം എന്ന് പറയുവാൻ നമുക്കൊന്നുമില്ല. എല്ലാം അവന്റെ കാൽക്കൽ പ്രൈസ് ഗോഡ്, ആമേൻ, ഇട്ടിട്ട് പ്രൈസ് ഗോഡ് അവന്റെ കാൽക്കൽ വീണ് അവനെ ആരാധിക്കുന്നതാണ് ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന അനുഭവം നമ്മളിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കി ആരാധിക്കാൻ കഴിയും? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളെ രക്ഷിച്ചവനെ? പ്രൈസ് ഗോഡ്, അവൻ സ്വർഗത്തിന്റെ മഹിമ വിട്ട് ദാനഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവനാണ് ആരാധന പുരുഷൻ. എന്ന പകൽക്കാലം ആന്തരികമായിട്ടുള്ള കണ്ണുകളെ